ഇതിപ്പോൾ എന്നത്തെയോ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നത്തെയോ ഒരു വീഡിയോ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു 1.5 ആഴ്ചയിട്ടുണ്ടാവും ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടും ഇട്ടിട്ടും. ഇത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്, പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് പോലും എനിക്ക് മടിയായി. എന്താ കാരണമെന്ന് എനിക്കും അറിയില്ല. ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇനി എല്ലാ ദിവസവും വീഡിയോസ് ഞാൻ ഇടാമെന്നാണ്. പക്ഷേ ഇനി ഞാനത് പറയില്ല, ഞാൻ ശ്രമിക്കാം, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി മത്തങ്ങ, അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചു, പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മത്തങ്ങയും ചെറുപയറും കൂടിയിട്ട് കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മത്തങ്ങയൊക്കെ അരിഞ്ഞെടുക്കണം. ഇപ്പം അതൊക്കെ അറിയാം കേട്ടോ. നേരത്തെ മത്തങ്ങ അറിയാൻ ഭയങ്കര പാടായിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ പഠിച്ചു. അതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല കേട്ടോ. അവർ ആശുപത്രി പോയേക്കാണ്. ഞാൻ 2 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. ചേച്ചിയും അവിടെ ഇല്ല, ചേച്ചി അന്ന് ഉണ്ടായിരുന്നില്ല. ചേച്ചി അച്ഛനും അമ്മയും പെട്ടെന്ന് വരുമെന്ന് ഓർത്തു ചേച്ചിയും പുറത്ത് പോയിട്ടോ അത്യാവശ്യമായിട്ട്. പിന്നെ ഞാനും ചെക്കനും പെണ്ണും മാത്രമേ ഉള്ളൂ. പെണ്ണുകുട്ടി കിടന്ന് ഉറങ്ങാം കേട്ടോ, എൻ്റെ കുട്ടി കിടന്ന് ഉറങ്ങാണ്. ചെക്കൻ അപ്പുറത്ത് ഞാൻ വണ്ടിയിലിരുത്തിയേക്കായിരുന്നു കേട്ടോ. പിന്നെ സൗണ്ടൊന്നും കേൾക്കാനിട്ട് ഞാൻ പോയി വെറുതെ നോക്കുമ്പോൾ പാവം അതിൽ കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ. വണ്ടി ഇങ്ങനെ ആടുന്ന അനുസരിച്ച് അവൻ ഉറങ്ങി. പിന്നെ ഞാൻ അവനെ കൊണ്ട് അവിടെ കിടത്തി കേട്ടോ. അവന് വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മ പോയപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനത് ശീലമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പെണ്ണൂട്ടി എഴുന്നേറ്റ് വന്ന് അവളെ ഞാൻ താഴെ ഇരുത്തിയതാണ്. പിന്നെ നോക്കുമ്പോൾ അവളെ കാണുന്നില്ല, നോക്കുമ്പോൾ സ്റ്റെയറിൻ്റെ അവിടെ കേട്ടോ. പിന്നെ ഞാൻ താഴെ കൊണ്ടുവന്നിരുത്തും, അവൾ വീണ്ടും വലിഞ്ഞു കയറും. ഞങ്ങളുടെ റൂം 1ാമത്തെ കാര്യം മുകളിലാണ്. പിന്നെ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ സൈക്കിളും കുന്തൊക്കെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അവൾ അതുകൊണ്ടാണ് അവിടെ വലിഞ്ഞു കയറുന്നത്. പിന്നെ ഒരു വിധത്തിൽ അവളെ താഴെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കനും എണീറ്റ് വന്നു കേട്ടോ. ഇത് 2 വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയാണ് പെണ്ണുകുട്ടിയുടെ. അപ്പോൾ ഒരെണ്ണം ചെക്കനും ഒരു പെണ്ണിനൊന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരാളെടുക്കുന്നത് 2 ആൾക്കും വേണം. കൂടുതലും ചെക്കൻ കേട്ടോ ആ സ്വഭാവം. പിന്നെ അവളെ എഴുന്നേറ്റ് മാറി. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴത്തേക്കും 2 ആളും വെളിയിൽ ചെളിയിൽ കളിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചെറിയൊരു അടിയൊക്കെ കൊടുത്തിട്ട് പേരിന് വെറുതെ അടിച്ചാട്ടോ, ഉള്ളി കയറ്റി. അപ്പോൾ പെണ്ണാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. കാരണം മുറ്റത്തുനിന്ന് 2 ആളെ എടുക്കുമ്പോൾ 2 ആളും ഭയങ്കര കരച്ചിലാവും കേട്ടോ. ചെക്കൻ ഓടാൻ നോക്കി കിട്ടിയില്ല. ഏറ്റവും ലാസ്റ്റ് അവനെയും കയറ്റി കേട്ടോ. അപ്പോൾ അവനും കിടന്ന് കരയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഓക്കെ ആവും കേട്ടോ 2 ആൾക്കും. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അടിച്ച് വാരി ഇടാമെന്ന് ഓർത്തു. കാരണം തുടക്കൽ നടക്കില്ല, 2 ആളും ഉറങ്ങുന്ന സമയത്ത് നമുക്ക് തുടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തെന്നി വീഴും കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് 2 ആളെയും കൂടി അച്ഛൻ്റെ കൂടെ പുറത്ത് സിറ്റ് ഔട്ട് ഇരുത്തിയിട്ട് ഹാളങ്ങനെ ലോക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് തുടക്കുള്ളൂ. ഇല്ലെങ്കിൽ തല ഇടിച്ച് വീഴും. കുറേ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തലയിടിച്ച്, കൂടുതലും പെണ്ണൂട്ടിയാണ്. പറഞ്ഞാൽ കേൾക്കൂല, ഓടി വരും. കുട്ടികളല്ലേ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അടിച്ച് വാരിയിടാമെന്ന് ഓർത്തു. കാരണം തുടക്കൽ നടക്കില്ല. അതിൻ്റെ ഇടയിൽ അമ്മ എന്തോ ചക്ക എന്തോ അവിടെ നിന്ന് സൈഡിൽ നിന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചെക്കൻ എന്തോ ഒരു കാര്യത്തിന് വാശി പിടിക്കുകയാണ്. പിന്നെ പെണ്ണിനാണെങ്കിൽ ആൻറ്റിയുടെ റൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ചെക്കൻ